നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യർ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു. ഇന്നലെ പെരുന്നാൾ ആഘോഷിച്ച എല്ലാ മുസ്ലിങ്ങൾക്കും അതിനോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് സഹകരിച്ച മറ്റ് അമുസ്ലിം സഹോദരിമാർ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങൾ. നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റിട്ടയർഡ് ചെയ്ത ജഡ്ജിമാർ രാഷ്ട്രീയത്തിൽ വരുമോ മറ്റ് സ്ഥാനമാനങ്ങൾ വഹിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല എന്ന് അതിൽ 100% ഞങ്ങളുടെ പാർട്ടി അനുകൂലിക്കുന്നൊപ്പം തന്നെ ഒരു കാര്യത്തിൽ ജനങ്ങളോട് ഞങ്ങൾക്ക് പറ്റിയ വീഴ്ചയിൽ ക്ഷമ ചോദിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ശ്രീമൻ ലാലു പ്രസാദ് യാദവ് നയിക്കുന്ന രാഷ്ട്രീയ ജനതാദളിൻ്റെ സംസ്ഥാനത്തെ ആദ്യത്തെ പ്രസിഡന്റ് എളിയവനായ ഞാനായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ ജനതാദളിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന UP സിംഗ്, ബീഹാറുകാരനാണ്. അദ്ദേഹം റിട്ടയർഡ് ചെയ്തപ്പോൾ ബീഹാറിൽ പാർലമെൻറ്റ് സീറ്റിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ ആദരണീയനായ ജഡ്ജി നമ്പ്യാർ സാറ് വിധി വച്ചു. അങ്ങനെ റിട്ടയർഡ് ചെയ്ത ജഡ്ജിമാർ സ്ഥാനമാനങ്ങൾ വഹിക്കുകയോ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനോ പാടില്ല. അത് ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് അന്നൊരു തടസ്സമായതുകൊണ്ട് ലാലുജി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ കൊടുക്കണം. അങ്ങനെ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എൻ്റെ അടുത്ത സുഹൃത്തുമായ സീനിയർ അഡ്വക്കേറ്റ് ജോഷിയൻ തോമസ് മുഖേന ഹൈക്കോടതിയിൽ ഉയർന്ന ബെഞ്ചിൽ ഒരു റിട്ട് കൊടുത്തു. ആ റിട്ട് നമ്പ്യാർ സാറിൻ്റെ വിധിക്കെതിരെ ഉയർന്ന കോടതി ഞങ്ങൾക്ക് അനുകൂലമായി വിധിക്കുകയും നമ്പ്യാർ സാറിൻ്റെ വിധി അസ്ഥിരപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ഈ നമ്പ്യാർ സാറ് വാട്ടർ അതോറിറ്റിയിൽ കമ്മീഷൻ അംഗമായപ്പോൾ ആരും ഇതുപോലെ പരാതിപ്പെട്ടപ്പോൾ അതിന് കൗണ്ടറായിട്ട് കൊടുത്ത രേഖ ഞങ്ങളുടെ ഈ കേസിൻ്റെ വിധിയാണ്. എന്തുകൊട്ടെ അക്കാര്യത്തിൽ ഇന്നും അല്ലെങ്കിൽ ഇതിന് മുൻപ് കുറേ നാൾക്കാലം 11 വർഷമായിട്ട് റിട്ടയർഡ് ജഡ്ജിമാർക്കൊക്കെ ഈ BJP ഗവൺമെൻറ് സ്ഥാനത്തും അസ്ഥാനത്തും അനർഹമായിട്ടും പല ആനുകൂല്യം കൊടുത്ത് അത് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് മനം ഉരുകിയാണ് ഞങ്ങൾ മുഖേന തെറ്റ് തിരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി ജഡ്ജി ഈ വിധി ഇങ്ങനെ പറഞ്ഞത് അത് ഞങ്ങൾ 100% അംഗീകരിക്കും. മറ്റൊന്ന്, സുരേഷ് ഗോപി മത്സരിച്ച തൃശ്ശൂർ വലിയൊരു വ്യാഖ്യാനമാണ് LDF ചെയ്യുന്നത്. ഞങ്ങളുടെ വോട്ട് ഒരു കുറവില്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ കൂടുതൽ കിട്ടുകയും ചെയ്തു, ജയിച്ചില്ലെങ്കിലും. പക്ഷേ വോട്ട് 10,000 വോട്ട് കോൺഗ്രസിൻ്റെ വോട്ടാണ് BJPക്ക് പോയത്. നേരിട്ട് നോക്കും അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷേ അതിൻ്റെ അടിയൊഴുക്ക് അല്ലെങ്കിൽ അന്തർലീനമായിരിക്കുന്ന കാര്യം മനസ്സിലാക്കാതെ UDF പാർട്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസോ ഞഞ്ഞാമിഞ്ഞ പറയുകയാണ്. ഉത്തരം ശരിക്കും പറയുന്നില്ല. LDFൻ്റെ മുഖത്ത് നോക്കി പറയണ്ടേ, അത് ഞങ്ങളുടെ വോട്ടല്ല, അത് സഖാക്കളുടെ വോട്ട് തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് അവർക്ക് വോട്ട് കൂടി കോൺഗ്രസ് വോട്ട് കുറഞ്ഞത്? സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് ആളാണ് ഇവിടെ ജയിക്കാൻ സാധ്യതയുണ്ട്. പരമാവധി 10-40% വരുന്ന മുസ്ലിം വോട്ടുകൾ തൃശ്ശൂർ 23% വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസ് പാർട്ടി വോട്ട് ചെയ്തത്. പക്ഷെ ഇത്തവണ കോൺഗ്രസ് പാർട്ടി മുരളിക്ക് ക്ഷീണം കണ്ടപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട് വിചാരിച്ച CPIയുടെ സ്ഥാനാർത്ഥിക്കാണ് ഈ വോട്ട് മുഴുവൻ പോയത്.
അങ്ങനെ വോട്ട് മുഴുവൻ കൊയ്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട്, LDFിൻ്റെ വോട്ടും ക്രിസ്ത്യൻ സമുദായത്തിൽ കുറേ വോട്ടും BJPക്കും സുരേഷ് ഗോപി പോയപ്പോൾ CPMൻ്റെ LDFിൻ്റെ സ്ഥാനാർത്ഥി വോട്ട് കുറയാതിരുന്നത്. അത് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കേണ്ട UDF നേതാക്കളെ, കോൺഗ്രസ് നേതാക്കളെ മുഖത്ത് നോക്കി പറയണ്ടേ നിങ്ങൾ പറഞ്ഞത് ശരിയല്ലാന്ന്? എന്താ നിങ്ങൾക്ക് പറയാൻ നാണം? നിങ്ങളെല്ലാം ഉരുണ്ട് കളിക്കുകയാണ്. ഇന്ന് കണ്ട് ഭാരതമാതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ CPIയുടെ മന്ത്രി ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു. പക്ഷെ ഇന്ന് CPM അതവർക്ക് ഇഷ്ടമായില്ല. സംഘപരിവാറിന് ആ ആശയത്തോട് എതിര് പറഞ്ഞ് CPIയുടെ മന്ത്രിയും CPM എതിർത്തുകൊണ്ട് ഇപ്പോൾ CPMൻ്റെ സെക്രട്ടറിയും CPM അവർക്ക് അനുകൂലം നിൽക്കുകയാണ്. അല്ലെങ്കിൽ അതിന് അനുകൂലമാണ്. CPIക്ക് എതിരായി പോയി. എവിടെ എത്തി സംഘപരിവാറും ഇപ്പോഴത്തെ CPMൻ്റെ കണക്കുകളിൽ? ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ശശി തരൂർ, ലേറ്റസ്റ്റ് വാർത്തയാണ്, ശശി തരൂർ തൃണമൂൽ കോൺഗ്രസ്സിൽ പോകാൻ പോകുന്നതും തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് ശശി തരൂർ നേതൃത്വത്തിൽ വന്നാൽ ആ മുന്നണിയെ ആ പാർട്ടിയെ UDF ചേർക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. കാരണം അപ്പോൾ ശശി തരൂരിൻ്റെ ശല്യം കോൺഗ്രസ് ഒഴിഞ്ഞു കിട്ടും. അതേസമയത്ത് മുന്നണി നിർത്തുകയും ചെയ്യാം. അങ്ങനെയുള്ള മുന്നണി വരാണെങ്കിൽ ഉടനെ ആ പാർട്ടി ഒരു മുന്നണി, കോൺഗ്രസ് മുന്നണി ഈ സതീശനും പാർട്ടിയും ചേർക്കും. കാരണം അയാൾ ഒരു സവർണം നയിക്കുന്ന പാർട്ടിയാണ്. ഒരു മുസ്ലിം നയിക്കുന്ന പാർട്ടിയെ UDFിൽ എടുക്കാൻ പറ്റില്ല, എടുക്കില്ല. എത്ര പാർട്ടികൾ UDFിൽ? ഈ മുസ്ലിമിനെ മാറ്റി നിർത്തിയാൽ ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവ് നയിക്കുന്ന പാർട്ടി UDFിലുണ്ടോ? എന്താണ് മുസ്ലിം ലീഗിനെ മാറ്റാത്തത്? രണ്ട് കാരണമാണ്. ഒന്ന്, മുസ്ലിങ്ങൾ പൊതുവെ അല്പം ശക്തികൾ പാർട്ടികൾ ഈ കേരളത്തിൽ. അതിൽ അവർ മിഞ്ഞ പറഞ്ഞാലേ സംഘപരിവാറിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടല്ലോ, അവർക്കൊരു വ്യക്തതയില്ല. അവർ നേതാക്കൾക്കില്ല, പാർട്ടിക്കില്ല. ആ വ്യക്തതയുടെ സംഘപരിവാറിനെയും LDF പിണറായി സഖാവിനെയും UDFിൽ സതീശനെയും പരസ്യമായിട്ട് മുഖത്ത് നോക്കി ആധികാരികമായിട്ട് ശക്തമായ തെളിവ് സഹിതം എതിർക്കുന്ന ഒരാളാണ് അൻവർ. അൻവറിൻ്റെ ചില രീതികളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷേ ഇക്കാര്യത്തിൽ അൻവറിനൊരു വലിയ സാധ്യതയുണ്ട്. പക്ഷെ അൻവർ അത് മനസ്സിലായിട്ടൊന്നും എനിക്കറിയില്ല, മനസ്സിലായ ലക്ഷ്യം കാണുന്നില്ല. ഒരു പക്ഷേ അൻവർ ഈ ഇലക്ഷൻ മുമ്പ് തന്നെ LDFിലേക്കോ UDFിലേക്കോ ഉൾക്കൊണ്ട് വലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അൻവറിൻ്റെ ഗ്രൂപ്പ് ഇത് കേൾക്കുന്നെങ്കിൽ ശ്രദ്ധിക്കണം, പറയണം. നിങ്ങൾക്ക് വലിയൊരു സന്ദർഭം കേരള രാഷ്ട്രീയത്തിൽ വന്നിരിക്കുകയാണ്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളർത്തുകയും ചെയ്യാം. എന്താണ് സന്ദർഭം? കേരള ജനത ഏതാണ്ട് 87%, 9% നായരും 4% വരുന്ന കത്തോലിക്ക ക്രിസ്ത്യാനി, ഇതാണ് സവർണൻ. നല്ലത് ലത്തീൻ കത്തോലിക്കും പിന്നൊക്കെയാണ്. അപ്പോൾ ഏതാണ്ട് 9, 4, 13% സവർണൻ കേരളത്തിലുള്ളത്. ബാക്കി 87% പിന്നോക്ക ദളിത് ന്യൂനപക്ഷമാണ്. ഈ 87% വരെ പിന്നോക്ക ദളിത് ന്യൂനപക്ഷം നയിക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിം ലീഗും SNDPയിലെ വെള്ളാപ്പള്ളി നടേശനുമാണ്. വെള്ളാപ്പള്ളി നടേശനും ടീമും സംഘപരിവാറിന് അനുകൂലമായിപ്പോയി. ഇവിടെ LDFിന് അനുകൂലം നിൽക്കുന്നതിലും ദേശീയ ലെവലിൽ സംഘപരിവാറിന് അനുകൂലമാണ്. അവരുടെ മുന്നണിയിൽ നിൽക്കാണല്ലോ. അപ്പോൾ ആ ഒരു പിന്നോക്കത്തിൽ ന്യൂനപക്ഷം എന്ന ഒരു പ്രത്യയശാസ്ത്രമൊക്കെ അവർ അംബേദ്കർ വിട്ടുപോയി. എത്ര നാളായി ഇപ്പോൾ വെള്ളാപ്പള്ളി വന്ന ശേഷം വിട്ടുപോയി. വെള്ളാപ്പള്ളി പണക്കാരനല്ലേ, അവിടെ എന്ത് പ്രത്യയശാസ്ത്രം? ഒള്ളി പണം, ക്യാഷ് മാത്രം. പിന്നെ ഉള്ള ലീഗായിരുന്നു. ആ ലീഗിനും ഒരു വ്യക്തതയില്ല. സംഘപരിവാറായിട്ട് ആശയ ആദർശ വിനിമയമുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല. പണ്ട് CH മുംബൈയും KR ഗൗരിയമ്മയ്ക്കിട്ടായപ്പോഴല്ലോ, അല്ലെങ്കിൽ രാഘവൻ വക്കീലോ അല്ലെങ്കിൽ KK വിശ്വനാഥനൊക്കെ ഉണ്ടായ സമയത്ത് ഒരു പിന്നോക്കത്തിൽ ന്യൂനപക്ഷ ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. ഒരു കോൺഗ്രസ് വിരോധി കമ്മ്യൂണിസ്റ്റ് അനുകൂലമായിട്ടല്ല. ആ അവസ്ഥ മാറി. ഗൗരിയമ്മ മരിച്ചുപോയി, KK വിശ്വനാഥൻ സാർ മരിച്ചുപോയി, നമ്മുടെ രാഘവൻ വക്കീൽ മരിച്ചുപോയി. പിന്നെ ഉള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ LDF ഈഴ വിഭാഗത്തിൽ വെള്ളാപ്പള്ളിയാണ് നയിക്കുന്നതല്ലോ. ഇപ്പോഴത്തെ മുസ്ലിമിലെ കുഞ്ഞാക്കായും പാർട്ടി. ഈ രണ്ട് പാർട്ടികളും ഇതിനെ ഉൾക്കൊള്ളാനോ ഇതായിട്ട് സഹകരിക്കാനോ അംബേദ്കറിസത്തെ ഉൾക്കൊള്ളാനോ സാധിക്കുന്നില്ല. അപ്പോൾ അൻവർ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ TMC രൂപീകരിക്കാൻ നോക്കി, അത് സതീശന് നിങ്ങളുടെ പക്കൽ ചെറിയ തെറ്റിട്ടില്ലെന്ന് പറയുന്നില്ല, പക്ഷെ സതീശൻ അത് ഉൾക്കൊണ്ടില്ല. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ശശി തരൂരാണ് TMCയിലേക്ക് എന്ന് വരാണെങ്കിൽ ഉടനെ UDF ചേർക്കാൻ സാധ്യത ഉണ്ടാക്കാൻ വരും. ഇവിടെ മദനി സാഹിബ് ഒരു ശ്രമം നടത്തി SP ചേരാൻ വേണ്ടി, ചേർത്തില്ല. ഇതൊക്കെ മനസ്സിലാക്കാത്ത വിഡ്ഢികളെ, മുസ്ലിം സമുദായ ലീഡേഴ്സെ, നിങ്ങൾ ഇനി ഏത് കാലത്താണ് മനസ്സിലാക്കുന്നത്? ഈ കുഞ്ഞാക്കായും മദനിയും
ഇപ്പോൾ അല്ല ഇനി ആകെ ചാൻസ് അൻവറിനൊരു ചാൻസ് ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞത് ഒന്ന്, അദ്ദേഹത്തിന് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്. പിന്നെ ആരും മുഖത്ത് നോക്കി പറയാനുള്ളൊരു ഭാഷാ ശൈലിയും അത്ര വലിയ പ്രസക്തമായ ഭാഷ എന്നല്ലെങ്കിലും ശൈലിയുണ്ട്, അത്യാവശ്യം കാശുണ്ട്, ചെറുപ്പമാണ്. ഞങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് പണം കുറഞ്ഞു പോയില്ലേ, ബാക്കി എല്ലാം ഓക്കെയാണ്. പക്ഷെ ക്യാഷ് ഇല്ലാതെ ചടക്കില്ല. ഇപ്പോൾ ഒരു പാർട്ടിക്ക് ഉണ്ടാക്കണമെങ്കിൽ ലക്ഷപ്പുറം പോരാ, കോടി പോരാ, മൾട്ടി മില്യനേഴ്സ്, കോടാനുകോടികൾക്ക് ഒരു പാർട്ടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആയിപ്പോയി ഇന്ത്യൻ രാഷ്ട്രീയം. ലോകത്തും അങ്ങനെ ആയിരിക്കാം. അപ്പം ഞങ്ങൾക്കത് അതൊരു വലിയ വിഷയം തന്നെയാണ്. പണമില്ല ഒരു കാര്യം നടക്കില്ല. അപ്പം അങ്ങനെ അൻവറിന് അവസരമുണ്ട്. അൻവർ ഇത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരള രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുവന്ന് നയിക്കാൻ, നിയന്ത്രിക്കാൻ പറ്റും. നിങ്ങൾ സതീശൻ്റെയോ അല്ലെങ്കിൽ രമേശിൻ്റെയൊന്നും പിറകെ പോയി കയ്യകാലം പിടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമെന്ന് പറയാനുള്ള ഒരു ആജ്ഞാപൂർവ്വ പിന്നെ അൻവർ നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങളത് എന്തുമാത്രം വിനിയോഗിക്കുമല്ല, ഇതിൻ്റെ ആ നേട്ടവും ശക്തിയും നിങ്ങൾക്ക് എത്രമാത്രം ബോധ്യം വരുന്നുണ്ട്. ഇന്ത്യയിൽ അംബേദ്കർ പ്രത്യേകത എന്താണ്? അപ്പോൾ നമ്മൾ ഷായിസം പറയുന്നുണ്ട്, പറയുമ്പോൾ ചിലർക്ക് ദേഷ്യം വരും. അതായത് തെരഞ്ഞെടുപ്പ്, പഠനം, തൊഴിൽ എന്നീ പൊതു സ്വകാര്യ മേഖലകളിൽ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സംവരണം വേണമെന്നുള്ള അതാണ് ഷായിസം. അതിനേക്കാളൊക്കെ വലിയ ഇസമാണുള്ള ഈ അംബേദ്കറിസം. ഗാന്ധിസം അപ്രസക്തമായി പോയി. ഇനി ഗാന്ധിസം പ്രസക്തിയില്ല. ഗാന്ധിക്ക് ആൾക്കാർ മറന്നുപോയി. ഗാന്ധിസത്തിനും പ്രായോഗികമല്ല. കാരണം ഗാന്ധിസം അത്ര ക്ലിയർ ഒന്നുമല്ല. കാരണം ഈ അംബേദ്കറെ കുറിച്ചൊക്കെ ആദ്യം വലിയ ബഹുമാനം ഉണ്ടായാലും അത് അവസാനം ദളിതാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഗാന്ധി പോലും പുറകെ ന്യൂട്രായ ചരിത്രമുണ്ട്. അത് മറ്റ് പലതും, രണ്ട് സഹോദരി പുത്രയുടെ കൂടെ കിടന്നതും അത് പിന്നെ എന്താണ് പറയുന്നത്, ബ്രഹ്മചര്യം തെളിയിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തോകട്ടെ, അംബേദ്കർ ഇപ്പോൾ നിലനിൽക്കും. ലോകമുള്ളതൊക്കെ അംബേദ്കർ നിലനിൽക്കും. അത് ആർക്കാണത്? അധ്വാനിക്കുന്ന വർഗത്തെ അല്ലെങ്കിൽ ബലഹീനൻ്റെ ഒരു തത്വമാണ്. അതുകൊണ്ട് നിലനിൽക്കും. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. ഞങ്ങൾ കുറേ വർഷം ബഹുജൻ സമാജ് പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ട് 10-20 നീണ്ടതിൻ്റെ യൗവനകാലവും ആരോഗ്യകാലവും 10-20 വർഷക്കാലം ബഹുജൻ സമാജ് പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടും അംബേദ്കറിസം മനസ്സിലാക്കിക്കൊണ്ടും കുറേ കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി. അത് ഞങ്ങളുടെ ഗുരു കാൻഷമായിരുന്നു. കാൻഷമാരെന്നൊക്കെ അറിയാം. ഇന്നത്തെ മായാവതി അല്ല കാൻഷം. അപ്പോൾ അതുകൊണ്ട് അൻവർ ശ്രദ്ധിക്കേണ്ടത് ഈ ഇലക്ഷന് പരമാവധി വോട്ട് പിടിക്കുക. അതിന് കോൺഗ്രസ് ജയിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ജയിച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് ബാധിക്കില്ല. ഇനിയിപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് ജയിച്ചുകൊണ്ട് അവന് പ്രത്യേക നേട്ടമോ കോൺഗ്രസ് തോറ്റുകൊണ്ട് പ്രത്യേക കോട്ടമോ ഇല്ല. പക്ഷേ കുറച്ചുകൂടി നല്ല ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിക്കായിരുന്നെങ്കിൽ അവർക്കതൊരു ചൂണ്ടുപലകയാകുമായിരുന്നു. അതിനുള്ളൊരു ഇത് കോൺഗ്രസ് ഇല്ല. അതിനർത്ഥം കോൺഗ്രസിനെ നയിക്കുന്ന പാർട്ടി നേതാക്കൾക്ക് ഒരു മുന്നണിയെ എങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ ശക്തിപ്പെടുത്താം, എങ്ങനെ വളർത്തിക്കൊണ്ടുപോകാം എന്ന് നിലനിർത്താമുള്ളത് കോൺഗ്രസ് ഒരു നേതാക്കൾക്കും അറിയില്ല. ഇപ്പോഴത്തെ പണ്ട് കരുണാകരനും ഒരു പരിധിവരെ ഉമ്മൻചാണ്ടിക്കൊക്കെ അറിയാമായിരുന്നു. അന്തോണിക്കൊന്നും അറിയില്ല, അന്തോണിക്കറിയില്ല. പക്ഷേ അതല്ല ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക്. ഇനി അൻവർ എത്ര തെറ്റും ചെയ്യട്ടെ, ഞാൻ അന്ന് പറഞ്ഞു സതീശനോട്, അൻവർ തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അൻവറിൻ്റെ ആ പോളിസി ശരിയല്ല, എങ്കിലും നമുക്കിവിടെ ഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി, യൂട്ടിലൈസ് മീനിങ് ഉപയോഗിക്കാനൊക്കെ അർത്ഥമുണ്ട് സതീശൻ സാറേ ചെയ്യാൻ വേണ്ടി. സതീശൻ എന്ന് ചെയ്യണമെന്നറിയോ, ഈ അൻവറിൻ്റെ കയ്യിലെടുക്കരുത്. കയ്യിലെടുത്ത് ആ മണ്ഡലം ജയിച്ച് 36,000 വോട്ട് ജയിച്ചു വന്നാൽ സതീശൻ രാജാവായില്ലേ? അത് കഴിഞ്ഞ് ചർച്ച ഇപ്പോൾ പറയാൻ പാടില്ല. അൻവറെ ഇവിടെ ഇതിപ്പോൾ നടക്കില്ല, ഇത് ഇന്നുപോലെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞാൽ പോയാൽ പോരെ. അത് ചെയ്യാതെ കുബുദ്ധി കാണിച്ച്, കുബുദ്ധിയുടെ ഒക്കെ പുറകിൽ സത്യം ഞാൻ ഇലക്ഷനിൽ പറയുന്നത് ഞാൻ നാളെ പറഞ്ഞാൽ പറയാം എന്തായത് കുബുദ്ധി അറിയാം, ആരാണ് സതീശനൊക്കെ പറയാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അപ്പോൾ സതീശനും കോൺഗ്രസിൻ്റെ മറ്റ് ഇതര നേതാക്കൾക്കും ഒരു മുന്നണിയെ എങ്ങനെ സംരക്ഷിക്കാം, എങ്ങനെ നിലനിർത്താം, എങ്ങനെ വളർത്തിയെടുക്കാം, എങ്ങനെ പിന്നെ അത് വിജയിപ്പിക്കാം എന്നുള്ളത് ഇല്ല. രാഹുൽജിക്ക് പോലും ഇല്ലല്ലോ. അത് നിങ്ങൾ ആരെ കണ്ടുപിടിക്കണം? BJP കണ്ടുപിടിക്കുക. അവർ ഏത് അണ്ടിനും അതേ കൂടെ ചേർക്കല്ലേ. കോൺഗ്രസ് ചോദിച്ചു ആര് എന്നാലും അവർ ചേർക്കും. അതിൽ BJP വെച്ച് ആര് വന്നാലും ചേർക്കേണ്ടത് കോൺഗ്രസ് മുന്നണി ചേർക്കുന്നില്ല. അത് പല പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷേ അൻവറിനോ എന്ന് നിങ്ങൾ സ്റ്റാലിനില്ലേ, തമിഴ്നാട്ടിൽ സ്റ്റാലിന് കണ്ടുപിടിക്കുക. ഈ മുസ്ലിം ലീഗിനും അവിടെ മറ്റുള്ള SDP ഒക്കെ അവിടെ എന്ത് ശക്തികൾ, എന്നിട്ടും കൂടെ നിർത്തി ജയിപ്പിച്ച് MP സ്ഥാനം കൊടുക്കുന്നില്ലേ? അതൊക്കെയാണല്ലോ നമ്മൾ മാതൃക വേണ്ടത്. അത് കോൺഗ്രസ് എത്ര നേതാക്കൾക്ക് അറിയാം, ഏത് നേതാക്കൾ. ഒന്നിനും അസറാണ് ഒന്ന് നയിക്കുന്ന ആൾ. ആ എന്ത് യുക്തി എന്ത് പോരുമുണ്ട്. ആ
ബബ്ബ പറയുന്നതല്ലാതെ എന്ത് രാഷ്ട്രീയ സൈക്കോളജി അറിയാം, അല്ലെങ്കിൽ ജനങ്ങളുടെ സൈക്കോളജി അറിയാം? എന്തെങ്കിലും ഒരു ക്വാളിറ്റി അതിലുണ്ടോ? ഒരു വന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ കേസിൽ കൂടി വന്നു എന്നല്ലാതെ പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടോ? പിന്നെയുള്ളവരാണ്. ഞാൻ വന്ന ഒരാൾക്കും ഒരു മുന്നണിയെ എങ്ങനെ നിലനിർത്താം, എങ്ങനെ കൂടെ നിർത്താം എന്നുള്ള അറിയില്ല. അത് അറിയണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യണം. മുന്നണി നയിക്കുന്ന നേതാവ് അതിഥിയാണ്, അല്ല ആതിഥേയനാണ്. അതിഥികൾ, നമ്മുടെ വീട്ടിലെ അതിഥികൾക്ക് വേണ്ടി നമ്മൾ ആതിഥേയർ കുറേ വിട്ടുവീഴ്ച സഹിക്കണം, കുറേ നഷ്ടം സഹിക്കണം. ഇത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഒരിക്കലും സതീഷ് ചെയ്യുന്നുണ്ടോ? അവർക്ക് അവരുടെ കാര്യത്തിൽ ഒന്നും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അതാണ്, അതായത് അതിഥികൾക്ക് വേണ്ടി ആതിഥേയര് പല വിട്ടുവീഴ്ചയുണ്ട്. അതാണ് മനഃശാസ്ത്രം, അതാണ് ഫിലോസഫി. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആതിഥേയർ എന്ന് പറഞ്ഞത് പല പല പാർട്ടി, ഇവിടെ കോൺഗ്രസ് നേതാക്കളാണ്. അതിഥികൾ ലീഗ് ഉൾപ്പെടെ എല്ലാം ചെന്ന സഖ്യകക്ഷികളാണ്. അതൊന്നും അവർ ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അൻവർ ചെയ്ത് തെറ്റാണ്. ഞങ്ങൾ ഒരിക്കലും അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. അതായത് UDF സ്ഥാനാർത്ഥി ചെയ്യത്തിൽ പുള്ളി കൈകടത്തി. അപ്പോൾ അതൊന്നും ശരിയല്ല. ഒരു മുന്നണി സമുദായത്തിൽ അത് യൂട്ടിലൈസ് യോജിക്കാൻ പറ്റില്ല. എങ്കിലും അതൊക്കെ മാറ്റി നിർത്തി ആക്കാമായിരുന്നു. അത് സതീശൻ ചെയ്തില്ല. അത് റിസൾട്ട് വരുമ്പോൾ അറിയാം എൻ്റെ ഭവിഷ്യത്ത് എന്താണ്. പക്ഷേ ഇനി അൻവറിനോട് പറയാനുള്ളത്, അൻവർജി എൻ്റെ 83% അല്ല 87% പിന്നോക്ക ന്യൂനപക്ഷമാണല്ലോ കേരളത്തിൽ. 88% ഇന്ത്യയിൽ പിന്നോക്ക ന്യൂനപക്ഷങ്ങളാണ്. അതിൻ്റെ ഒന്നും കഴിവൊന്നും ഈ മുസ്ലിം ലീഗ് ഒരു നേതാക്കളും എന്താണ് പിന്നോക്കം, എന്താണ് ദളിത്, എന്താ ന്യൂനപക്ഷം, അവർക്ക് ഏതാണ്ട് ഒരു മുസ്ലിം എന്ന രീതിയിലും ആ ഒരു അല്ല അതിനപ്പുറം ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചിന്തിക്കാൻ പറ്റാതെ ഇരിക്കുന്ന കൊണ്ടാണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ നശിച്ച് താഴോട്ട് പോകുന്നത്. ഈ കേൾവി പേരുദോഷം കേൾക്കുന്നത് എന്തെങ്കിലും ഒരു ബുദ്ധിയോ സൈക്കോളജി മനഃശാസ്ത്രമോ തത്വജ്ഞാനമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ സാമൂഹ്യ പശ്ചാത്തലം, ഇന്ത്യയിലെ നിലനിൽപ്പ്, ഇന്ത്യയിലെ ആധാരശില, അതിവിടെ അംബേദ്കർ ശ്രമണമെന്ന്. അതായത് പിന്നോക്ക ദളിത് ന്യൂനപക്ഷം വരുന്ന 88% വരുന്ന ഒരു ശക്തിയുണ്ട് ഇന്ത്യയിൽ. ആ ശക്തി എന്താണ് ഇതുവരെ മുസ്ലിം ഒരു നേതാക്കളും അറിയില്ല. ഈ E.T. മുഹമ്മദ് ബഷീറിനൊക്കെ അംബേദ്കറെ കുറിച്ച് എന്തറിയാം? ഈ കുഞ്ഞാക്കൊക്കെ എന്തറിയാം? അവർക്കൊരു പണമുണ്ട്, പ്രതാപമുണ്ട്, കുറേ പണക്കാരുണ്ട്. അതുകൊണ്ട് സ്ഥാനം ഇപ്പോൾ ഉണ്ട്. BJP പോലും വിട്ടിരിക്കാണല്ലോ. ശശി തരൂരിനെ വിട്ടുകൊടുത്തൽ അതാ ബുദ്ധിയാണത്, അതാണ് തന്ത്രം. ശശിയെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഉവൈസിയെ കൊണ്ടുപോയിട്ട് ഈ E.T. മുഹമ്മദ് ബഷീറിനെ വിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ബഷീർ അവിടെ പോയിട്ട് എന്ത് പറയാനാ, എന്തോടെ വിട്ട് എന്നിട്ട് അങ്ങനെ ബുദ്ധി കാണിക്കൾ, തൻ്റെ ഇടം കാണിക്കൾ, യുക്തി കാണിക്കൾ, തൻ്റെ ഇടം BJP നേതാക്കൾക്കും പ്രധാനമന്ത്രിക്കും ഉണ്ടെങ്കിൽ ഈ കോൺഗ്രസ് നേതാക്കളും ഈ ലീഗ് നേതാക്കൾക്കും എന്ത് തന്ത്രമുണ്ട്? എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇന്ത്യൻ സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ച്, ഇന്ത്യയിലെ സാമുദായിക നിലവാരത്തെക്കുറിച്ച്, ഇന്ത്യയിലെ പിന്നോക്ക ദളിത് ന്യൂനപക്ഷ ശക്തിയെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അവർ മുന്നേ കോൺഗ്രസ്സിന് അടിയറ വെച്ച് എന്തോ നക്കാപ്പിച്ച് വാങ്ങിച്ച് അങ്ങനെ ഭരിച്ചു പോകുന്നു കുറേ വർഷം. അങ്ങനെ കോൺഗ്രസ് അതിൻ്റെ വോട്ട് കിട്ടി ഭരിക്കുന്നത്. ഇപ്പം അങ്ങനെ ഭരിച്ച് ലീഗിൻ്റെ വോട്ട് മാറി ബാക്കി മുസ്ലിങ്ങൾ അല്ലെ ഒരു ചെറിയ ശതമാനം, വിരലിൽ എണ്ണാവുന്ന ഒരു ചെറിയ ശതമാനം മാറിയപ്പോഴാണ് 99 LDF ആയത്. ഇപ്പോഴും മനസ്സിലാകുന്നത് എന്തുകൊണ്ട്, ഞാൻ എന്തുകൊണ്ട് തോറ്റു എന്ന് ഇപ്പോൾ UDF മനസ്സിലാകുന്നില്ല. അറബിക് സർവകലാശാലയെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞത്, അത് ഞാൻ ഇനിയിപ്പോൾ പറയുന്നില്ല. അപ്പോൾ അൻവറിനോടാണ് പ്രത്യേകം പറയാനുള്ളത്. കഴിവെങ്കിൽ അൻവറായിട്ട് നമ്മളൊരു അഭിമുഖം നമ്മൾ നടത്തുന്നുണ്ട്, നേരിട്ട് കണ്ട് സംസാരിക്കുന്നുണ്ട്. ഇലക്ഷൻ മുമ്പായിട്ട് അത് പതിനാളൊക്കെ ആയിട്ട് മാറ്റിവെച്ചാണ്. അൻവർ ഇത് നേരെ പോകുന്ന അൻവറിൻ്റെ മൊബൈൽ നമ്പറിലേക്കാണ്. അൻവർജി ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഒട്ടും പിന്നോട്ട് പോരുത്, നിങ്ങൾ പുറകിൽ പോരുത്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന അതേ വീര്യത്തോടുകൂടി നിങ്ങൾ പോകണം. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ തീർന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുഖം നോക്കാതെ സംഘപരിവാറിനെയും പ്രതിപക്ഷത്തെയും ഈ ഭരണകക്ഷി നിങ്ങൾ ഒരുപോലെ എതിർത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ നിന്ന് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാം. എങ്ങനെ പിടിച്ചു നിൽക്കാം? 87% വരുന്ന പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതിൽ കുറച്ച് ഈഴവർ വെള്ളാപ്പിള കൂടെ പോകും, കുറച്ച് മുസ്ലിങ്ങൾ ലീഗിൻ്റെ കൂടെ പോകും. ബാക്കി ഭൂരിപക്ഷം ഓടി വന്നാലും 5-10% മാക്സിമം. അപ്പോഴും ബാക്കി 73% കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇന്ന് അതിനെ കൊണ്ടെടുക്കാൻ പറ്റി വേറെ ആരും കേരളത്തിലില്ല.
ഉണ്ടായിരുന്ന പല നമ്മൾ സി എച്ച് ഉമ്മ സാഹിബ്, കെ ആർ ഗൗരിയമ്മ, നമ്മുടെ രാവും വക്കീൽ, കെ കെ വിശ്വനാഥൻ, ആ ശങ്കരക്ക അപ്പുറത്ത് പണ്ടേ പോയി. അവരെല്ലാം പോയി, ആരുമില്ല. പുതിയ തലമുറയിൽ ഈ ചിന്താഗതിയുള്ള ആര് തന്നെ നേതാക്കളില്ല. അനുഭാവികൾ ഇപ്പോഴും ഉണ്ട്, നേതാക്കളില്ല. ഉള്ള നേതാക്കൾ വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളി BJP അല്ലെങ്കിൽ സംഘപരിവാറിന് വഴിപ്പെട്ടു പോയി, മാർക്സിസ്റ്റ് പാർട്ടിക്ക് പേടിച്ച് വിട്ടുപോയി. പിന്നെ മുസ്ലിം ലീഗ് അതിൻ്റെ ചക്കരക്കും കളയും ചെത്തു പറയാൻ പോലെയാണ്. അവർക്ക് അങ്ങനെ പോളിസി ഇല്ല. അല്ലെങ്കിൽ വഴിക്കടവ് പഞ്ചായത്തിൽ ആ ഏറ്റവും സംഘവിരോധിയായ സംഘ എതിരാളി ഒരാളെ വയ്ക്കുമോ? അവർക്കൊന്നും ചിന്തിക്കുന്നില്ല അവർ. അപ്പോൾ അതുകൊണ്ട് അൻവറോട് പ്രത്യേകം പറയാണ്, നിങ്ങളിത് ഒട്ടൂരി ഇഞ്ചുവിൽ പുറക്കിൽ പോരുത്, ഇനി ആർക്കും മുമ്പിൽ നിന്ന് മുട്ടുകുത്തരുത്, നിങ്ങൾ നേതൃത്വം കൊടുക്കുക. ഞങ്ങളിപ്പോൾ നിങ്ങളുടെ പുറകിലുണ്ട്. 87% നിങ്ങളുടെ കൂടെ, അതിൽ 10% പോട്ടെ, അത് 77% പേര് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വേറെ ആരും അതിന് പറ്റിയ ആൾ ഇന്ന് കേരളത്തിലില്ല. ആളുണ്ട്, ആശയമുള്ളവരുണ്ട്, അഭിപ്രായമുള്ളവരുണ്ട്. പക്ഷെ പണം കൂടി വേണ്ടേ, അല്പം വിദ്യാഭ്യാസം വേണ്ടേ, അല്പം വേറെ പാരമ്പര്യമൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് കോൺഗ്രസ് പാരമ്പര്യമുണ്ട്. വാപ്പായ പോലെ കോൺഗ്രസ് ആണല്ലേ. ഇപ്പോൾ LDFിൻ്റെ കൂടെ പോയി കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പിന്നീട് ടെക്നിക്ക് അറിയാം. നിങ്ങൾ ഒരു കാരണവശാലും 1 ഇഞ്ച് പുറകിലേക്ക് പോകാതെ ഈ ഇതിൽ നിന്നുകൊണ്ട് തന്നെ ഇലക്ഷൻ കഴിഞ്ഞ് തോൽക്കട്ടെ ജയിക്കട്ടെ, ജയിച്ചാൽ മറ്റുള്ള ഭാഷ പറഞ്ഞാൽ അപരാധം, ജയിച്ചാൽ മഹാഭാഗ്യം, തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾക്ക് അത് നഷ്ടപ്പെടാം. MLA സ്ഥാനം പോയി, ഇനി നിങ്ങൾക്ക് എന്നുള്ള രാഷ്ട്രീയത്തിൽ ഒന്നുമില്ല, കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു മുതൽക്കൂട്ട്, ഈ ഒരു അറിവും സാഹചര്യവും നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, കേരള ജനതയ്ക്ക് രക്ഷപ്പെടാം. ആദ്യം ഇവിടുന്ന് ആ ഒരു കരിന്തിരികൾ കത്തിച്ച് അത് ദേശീയ ലെവലിലേക്ക് പോകാം. ഒരു അംബേദ്കറിസ്റ്റായി നിങ്ങൾക്ക് മാറാം. ഒരു മുസ്ലിം നേതാക്കാരൻ ഇന്ന് ഇന്ത്യയിൽ ഒരു മുസ്ലിം നേതാവിൻ്റെ പോരായി കണ്ട്, അതിനൊന്നും ഞാൻ പോരാം. എനിക്ക് എല്ലാ ഐഡിയോളജിയൊക്കെ അറിയാം, എല്ലാം ഇങ്ങനെ. പക്ഷെ നമുക്ക് ഫണ്ടില്ല, പിരിച്ചൊന്നും ഫണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അവസരമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ഉവൈസി ഉണ്ട്, പക്ഷെ ഉവൈസി തലതിരിഞ്ഞു പോകുന്നു. കാരണം അത് തീവ്രവാദത്തിൽ, അത് നമുക്ക് പറ്റില്ല. പിന്നെ മതിയൊക്കെ കിടപ്പായി രോഗമായി പുള്ളിയിൽ. മറ്റ് STP ഒക്കെ ആണെങ്കിൽ അവർ തീവ്രവാദം ഒരിക്കലും പാടില്ല. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ നമ്മുടെ സഹോദരന്മാരാണ്, ലോകത്തെ ജനങ്ങൾ നമ്മുടെ സഹോദരന്മാരാണ്. ആ നിലക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ കാര്യം നേടിയെടുക്കുക, അത് സമാധാനപരമായിട്ട്. ഒരു കാര്യം 2 രീതിയിൽ നേടാം. ഒന്ന് അലമ്പുണ്ടാക്കി നേരിട്ട് എന്താ കാര്യമുള്ളത്. ഈ STP പോലെ അല്ലെങ്കിൽ PDP അല്ലെങ്കിൽ മറ്റേ ഉവൈസിയൊക്കെ അലമ്പുണ്ടാക്കി നേടിയെടുക്കുകയാണ്. അവർ ഗ്രൂപ്പ് ഉണ്ടാക്കി. അതല്ല അൻവറെ, നിങ്ങൾ കളിക്കുന്ന കളി ശരിയാണ്. നിങ്ങൾ ജാതിയും പറയുന്നില്ല, മതമൊന്നും പറയുന്നില്ല. നിങ്ങളുടെ മതം, നിങ്ങളുടെ വിശ്വാസം വേറെയാണ്. ആ നിലക്ക് നിങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഒരു സ്പേസ് ഉണ്ട്. അത് ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയ ഞങ്ങളെപ്പോലെ 10,000-കണക്കിന് സാധാരണക്കാരും ചെറിയ ചെറിയ നേതാക്കൾ ഇന്ത്യയിലുണ്ട്. പക്ഷെ അവർക്കൊന്നും മറ്റു പണമില്ലാതെ. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. 1 ഇഞ്ച് പോലും പുറകിലേക്ക് പോകരുത് എന്നാണ് നിങ്ങൾക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഇപ്പം JDSൻ്റെ തന്നെ ഒരു ഇസ്മായിൽ സാഹിബ് തന്നെ ആ കൗൺസിൽ ഇപ്പം നിങ്ങളുടെ കൂടെ വരാണ്. അതുകൊണ്ട് അവരും അതുപോലെ ഒരുപടി ആൾക്കാർ നിങ്ങളുടെ കൂടെ വരും എന്ന് പറഞ്ഞുകൊണ്ടും, JDSൻ്റെ അറിയാമല്ലോ നിങ്ങൾ ഇവിടെ എന്താ സംഭവിച്ചത്. BJPയിൽ പോയിട്ട് ഒരു മന്ത്രിയുണ്ട്, ഒരു MLA ഉണ്ട്, മറ്റേ NCP ഒരു മന്ത്രി MLA ഉണ്ട്. ഇതൊന്നും ഇടതുപക്ഷത്തിൽ ഇപ്പോൾ ഭരിക്കുകയാണ്. അവർ സംഘപരിവാറിൻ്റെ കൂടെ പോയിട്ട് വർഷങ്ങളായി. അതൊന്നും ഇവിടെ LDF ചിന്തിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള നിലക്ക് അൻവർ നിങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട്. ഏതാനും 1-2 ദിവസത്തേക്കും നമുക്ക് നേരിട്ട് വന്ന് കാണാം. എൻ്റെ കൂടെ ഒരു സ്വാമി കൂടെ വരുന്നുണ്ട്, വളരെ അഗ്രഗണ്യനായ ഒരു സ്വാമി എൻ്റെ കൂടെയുണ്ട്. ആ സ്വാമി ഞങ്ങളായിട്ട് വന്ന് അൻവറിനെ കാണുന്നുണ്ട്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.